നമസ്കാരം. കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള 4 ബിസിനസ്സുകളെ പറ്റി പറയാം. ഈ ബിസിനസ്സുകൾ കേരളത്തിൽ വളരാനുള്ള സാധ്യത എന്നുള്ളത് കേരളം മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. പണ്ട് നമ്മൾ കേരളത്തിലെ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് 4 ബിസിനസ്സുകളുടെ വളർച്ചയെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ, കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കേണ്ട, കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുന്ന 4 ബിസിനസ് ഐഡിയകളാണ്. ഒന്നാമത്തത്, കേരളത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഹൈവേ വികസനമാണ് വരുന്നത്, അല്ലേ? നമുക്ക് ചുറ്റും കാണാമെങ്കിൽ എല്ലായിടത്തും പണിയാണ്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളം എല്ലായിടത്തും പണിയാണ്. വലിയ വലിയ ഹൈവേകൾ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു, ആളുകളുടെ കൺവേയൻസ് കൂടുതൽ എളുപ്പമാക്കുന്നു. അവിടെ ഒരു സാധ്യതയുണ്ട്. എന്താണെന്നുള്ളതല്ലേ, കുറച്ചും കൂടെ മെച്ചപ്പെട്ട റെസ്റ്റ് റൂംസ് അഥവാ ടോയ്ലറ്റ്സ്, ഒരു ചെറിയ കഫേ, ആളുകൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ചെറിയ സ്ലീപ്പിംഗ് പോട്ട്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഒരു മിനിമൽ ഫീ തന്ന് അത് ഉപയോഗിക്കുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ ഹൈജീനിക് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വൈഫൈ സെറ്റപ്പ് നൽകുന്ന, അതിനോടൊപ്പം വേണമെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ റെസ്റ്റ് റൂം കം വെയിറ്റിംഗ് സ്റ്റേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾക്കതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ, കുറച്ചും കൂടെ പ്രീമിയമായിട്ട്, കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമെങ്കിൽ വലിയൊരു സാധ്യതയാണ് അതിനുള്ളത്. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്നുള്ളത്, വീണ്ടും കേരളം ആളുകൾ വളരെയധികം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ കൊച്ചിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന സ്ഥലമെന്ന് നമ്മൾ അറിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇപ്പം ജോലിയുടെ പ്രഷറൊക്കെ വളരെ കൂടുതലാണ്, അല്ലേ? ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കരമായ പ്രഷറാണ്, ഒരുപാട് സമയം ജോലി ചെയ്യുന്നു, ഓഫീസ് അവേഴ്സ് കൂടുതലാണ്, വർക്ക് ലൈഫ് ബാലൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയുമായി ബന്ധപ്പെട്ട്, സിറ്റി ഏരിയാസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ റിക്രിയേഷണൽ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതായത് ചിലപ്പോൾ അത് ചെറിയ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ആയിരിക്കാം, ചിലപ്പം ഒരു ഫാമിലിക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉള്ള പാർക്കുകളായിരിക്കാം. ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന, കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഉള്ള, കുറച്ചും കൂടെ ടെക്നോസെൻട്രിക് ആയിട്ടുള്ള റിക്രിയേഷണൽ ഏരിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു സാധ്യതയാണ്. കാരണം കുട്ടികളോടൊപ്പം, അവരുടെ കുടുംബത്തോടൊപ്പം അവർക്ക് ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ, ഒരു സിറ്റിയുടെ നടക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാതെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യത്തിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റിക്രിയേഷണൽ ഏരിയാസിൻ്റെ യുണീക്ക്നെസ്, എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾ പുലർത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിറ്റി ലിമിറ്റ്സിനകത്ത് കുറച്ച് ഏരിയയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിനും വലിയ സാധ്യതയാണ്. ഒരു ടിക്കറ്റ് എൻട്രി ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ അതിന് പ്ലാൻ ചെയ്യാം. ആളുകൾക്ക് എപ്പോഴും അവിടെ വന്ന് പോയി നിൽക്കാനുള്ളൊരു ഗെറ്റ് ടുഗെദർ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ പല വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ സ്കോപ്പുള്ളൊരു ഐഡിയയാണ് ചെറിയ റിക്രിയേഷണൽ സെൻറ്റേഴ്സ് സിറ്റി ലിമിറ്റ്സിൽ തുടങ്ങുക എന്നുള്ളത്. മൂന്നാമത്തത്, വീണ്ടും നമ്മൾ കൊച്ചിയുടെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ ജോലി സംബന്ധമായിട്ടുള്ള ആളുകളുടെ വർക്ക് പ്രഷർ കൂടുതലാണ് ഇന്നത്തെ കാലത്തല്ലേ. ഒരുപാട് ആളുകൾക്ക് വലിയ ടെൻഷൻസ് ഉണ്ട്, വലിയ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡേറ്റ എടുത്തു നോക്കുകയും ഇപ്പോഴത്തെ ഡേറ്റ പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആളുകൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കും സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്കും മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നിരന്തരം വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ അവരുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു അഡ്വൈസറെ പോലെ, അവർക്കൊരു ഫ്രണ്ടിനെ പോലെ, അവർക്ക് നിരന്തരമായിട്ടുള്ള സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസറി സർവീസസ്, മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും സമാധാനമായിട്ടിരിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് എപ്പോഴും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകളുടെ ബ്രെയിൻ ഹെൽത്ത്, ആളുകളുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് കൂടുതൽ ഫ്രീ ആകാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആളുകളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറേ കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, എസ്പെഷ്യലി ബേസ്ഡ് വിത്ത് AI. ഇന്ന് AI വികസനം വളരെ വലിയ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ AIയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയൊരു പോപ്പുലേഷന് അത് വലിയൊരു ഉപയോഗമായി മാറും, ഉപകാരവുമായി മാറും. കാരണം എന്താ, ബ്രെയിൻ ഹെൽത്ത് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ പീപ്പിൾ. ആളുകൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് മോശമായത് കാരണമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് സംതിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയ.
നാലാമത്തത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ഈ വാച്ചൊക്കെ കണ്ടിട്ടില്ലേ, സ്മാർട്ട് വാച്ചസിൽ നമ്മുടെ ചെറിയ ഡേറ്റയൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, നമ്മുടെ ഹാർട്ട് ബീറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്മാർട്ട് വെയറബിൾസിൻ്റെ കാലഘട്ടമാണ്. അതായത് ക്ലോത്ത്സ് ആയിക്കൊള്ളട്ടെ, ഷൂസ് ആയിക്കൊള്ളട്ടെ, ബെൽറ്റ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ധരിക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഹെൽത്ത് റിലേറ്റഡ് പാരാമീറ്റേഴ്സിനെ നിങ്ങൾക്ക് എപ്പോഴും സൂചകമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വെയറബിൾസിന് വളരെ വലിയ സാധ്യതയാണ് ഇനി മുന്നോട്ട് കാണുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും 100% ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം കേരളത്തിലായിരിക്കും. കാരണം എന്താ, കേരളത്തിൻ്റെ പോപ്പുലേഷൻ കുറേ കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, കുറച്ചും കൂടെ ടെക്നോസെൻട്രിക് ആണ്, കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പുറം രാജ്യങ്ങളുടെ എസ്പെഷ്യലി യൂറോപ്പ്, GCC, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന വികസനത്തെ അതുപോലെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. അതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആളുകൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിനെയൊക്കെ ഫീൽ ചെയ്ത് വന്ന ആൾക്കാരാണ്. അത്തരം സൗകര്യങ്ങൾ ഇവിടെയും കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ സ്മാർട്ട് വെയറബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ, AI ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും സ്മാർട്ട് വെയറബിൾസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പാരാമീറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തിൽ. എനിക്കറിയാം, ഞാൻ പറഞ്ഞ 4 ബിസിനസ്സുകളും വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് കേരളത്തിൽ നടത്താൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ പ്രശ്നമില്ല, ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് എടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 ബിസിനസ്സുകൾക്കും വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ അതിശക്തമായിട്ട് കൃത്യമായൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ ബിസിനസ്സിനൊരു യുണീക്നെസ് ഉണ്ടാക്കുകയും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ റീപ്പ് വെരി ഹൈ പ്രോഫിറ്റ്സ് ആൻഡ് യു ക്യാൻ ബിൽഡ് എ ബ്രാൻഡ് ഓൺ ദീസ് ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, വ്യത്യസ്തതയുള്ള, യുണീക്കായിട്ടുള്ള, നാളെ വരാൻ സാധ്യതയുള്ള, അവിടെ നിന്ന് നിലനിൽക്കാൻ സാധ്യതയുള്ള വലിയ ബിസിനസ് ഐഡിയകളുമായി ഞാൻ ഇനിയും വരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.